കേരളത്തെ കണ്ണീരിലാഴ്ത്തി വിങ്ങലായി വയനാട് മാറിയിട്ട് 10 ദിവസങ്ങൾ പിന്നിടുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ 400-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 150-ലധികം ആളുകൾ ഇപ്പോഴും കാണാമറയത്താണ്. കേരള ജനതയുടെ മുഴുവൻ കണ്ണീരും വേദനയുമായ വയനാട് ദുരന്തം ഇനി ഒരു ഓർമ്മകളിലേക്ക് പോകുമ്പോൾ സൈന്യം ഇപ്പോൾ ഭാഗികമായി ദുരന്തമുഖത്തു നിന്ന് പിന്മാറിയിരിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ ചേരുന്നത് ഫാദർ ജോൺസൺ തേക്കടിലച്ചനാണ്. അച്ഛ, സ്വാഗതം. വയനാട് ദുരന്തം സംഭവിച്ചിട്ട് 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. ആദ്യ നാൾ മുതൽ അച്ഛൻ ഈ ഒരു ദുരന്തമുഖത്ത് പല മേഖലയിലുമായിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ നിലമ്പൂരാണ് എല്ലാ മൃതദേഹങ്ങളും അടിഞ്ഞത്. അച്ഛൻ രാവിലെ മുതൽ നിലമ്പൂർ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. അതിനുശേഷം ഗുഡ്നസ് ന്യൂസ് സംഘത്തോടൊപ്പം വയനാട് ദുരന്തബാധിത മേഖല പ്രദേശത്തും ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും അച്ഛൻ ആ മേഖലയെല്ലാം സന്ദർശിച്ചു. എന്തായിരുന്നു അച്ഛന് അവിടെയെല്ലാം അച്ഛന് കാണാൻ കഴിഞ്ഞ കാര്യങ്ങളൊന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഈ നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാം പതിറ്റാണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും തന്നെ ഊഹിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ആ പ്രദേശങ്ങളിൽ മാത്രമല്ല ഈ ദുരന്തത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ വെളുപ്പിനെ തന്നെ എവിടെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമായി ആലോചിക്കാൻ പോലും നിൽക്കാതെ ചാലിയാറിന്റെ തീരത്തേക്ക് പോവുകയും അവിടെയുള്ള ആളുകളെ, അവിടെ വരുന്ന ബോഡികളും മറ്റും അതൊക്കെ കാണുകയും തുടർന്ന് ഹോസ്പിറ്റലിൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവിടെ വരികയും അന്ന് മൃതദേഹങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ കാണുകയും അതിനെ പല വിധത്തിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ സഹകരിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ദുരന്തത്തിന്റെ ആ ഭീകര മുഖം കാണുവാനിടയായി. ആദ്യ ദിവസം തന്നെ നിലവിളിയുടെ ശബ്ദമാണ് പല മേഖലകളിൽ നിന്നും നമ്മൾ കേട്ടത്. അത് തുടർന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെറും വിങ്ങലുകളായിട്ട് മാറി, നിസ്സംഗതകളായിട്ട് മാറി, മനുഷ്യന്റെ മനസ്സെല്ലാം മരവിച്ച പോലെയാണ്. അപ്പൊ അവര് ചോദിച്ച നിരവധി ചോദ്യങ്ങളുണ്ട്. ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളൊന്നും പലപ്പോഴും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ചേർത്ത് പിടിക്കുവാനും ഏതെല്ലാം തരങ്ങളിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സാധിച്ചുവോ ആ വിധത്തിലൊക്കെ നമ്മളെ സാധിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ പല സഭയുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ആളുകൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി വാഗ്ദാനങ്ങളായി പറഞ്ഞിട്ടുള്ളത് നമ്മൾ അവരെ അറിയിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും അവരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ആ വിധത്തിൽ നൽകുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അച്ഛൻ, നമ്മൾ ഗുഡ്നസ് ന്യൂസിന് വേണ്ടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ചില വീഡിയോസ് കണ്ട് ഞങ്ങൾ പോലും സ്തബ്ധരായി നിന്നുപോയി. കാരണം ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകൻ മാത്രം, അവൻ മാത്രം അപ്പുറത്തെ വീട്ടിലേക്ക് മാറിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. ബാക്കി അപ്പനും അമ്മയെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു മകൻ്റെ വീഡിയോ. ഒപ്പം മണ്ണിനടിയിൽ നിന്ന് ബന്ധുക്കൾ എല്ലാവരും കൂടി കയറ്റിയെടുത്തു. പക്ഷേ അവരുടെയും കുടുംബക്കാരെല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുന്ന ഒരു യുവാവിൻ്റെ, അങ്ങനെ നിരവധി പേരുടെ വീഡിയോകൾ അച്ഛൻ നേരിട്ട് സംസാരിച്ചു. അവരുമായി അത് റിപ്പോർട്ട് ചെയ്യേണ്ടായി. പക്ഷേ അതിനപ്പുറം അച്ഛൻ അവരുമായി പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ ഏത് രീതിയിൽ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പോലും കേൾക്കുമ്പോൾ ഇവരോട് ഇനി എന്താ പറയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ ആശ്വസിപ്പിക്കുക എന്ന് പോലും അറിയില്ല. പക്ഷേ അച്ഛനെ സംബന്ധിച്ചോളം അതല്ല. അച്ഛനൊരു വൈദികനാണ്. ആ ഒരു ആത്മീയ രംഗത്തും കൂടി അച്ഛൻ അവർക്കൊരു ആശ്വാസം നൽകേണ്ടതുണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു അത്രയും ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷൻ അച്ഛൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം അല്ല എന്നെ സംബന്ധിച്ച്. നമുക്കറിയാവുന്ന പോലെ 2004-2005 സുനാമി ബാധിത മേഖലയിൽ ഞാനുണ്ടായിരുന്നു. അവിടെ കുളച്ചിലും ഭാഗത്തൊക്കെ അന്നും രാത്രികളിലൊക്കെ ഇവരെ ഉറങ്ങാതെ വലിയ വാവിട്ട് നിലവിളിക്കുകയും പകൽ ശാന്തരായിട്ട് മണലിൽ കിടക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളായിരുന്നു. അപ്പൊ അവരെ ചേർത്ത് പിടിച്ചൊരു അനുഭവം. അന്ന് മുതൽ തന്നെ ട്രോമ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല കോഴ്സുകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ആശ്വാസത്തിന്റെ വാക്കുകൾ, മാനുഷികമായ വാക്കുകളല്ല, നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഒന്ന് വചനത്തിൽ, അതായത് ഒരു പ്രാർത്ഥനയിലൂടെ അവരെ ഒന്ന് തലോടുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നല്ല ശക്തി വരുന്ന, ദൈവത്തിൽ നിന്നുള്ള ശക്തി, ആശ്വാസത്തിന്റെ സ്വരം അവരിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ കേട്ട 2 ഉദാഹരണങ്ങൾ. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ ഒരു കുടുംബത്തിലെ 7 പേര് ഒരേ ദിവസം നഷ്ടപ്പെട്ടു. അവശേഷിച്ചിരിക്കുന്നത് ആ മകനും അവന്റെ വിദേശത്തുണ്ടായിരുന്ന സഹോദരനും. ഒരു സഹോദരന്റെ മകള്
അവളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു. 8 വയസ്സുകാരിയായിട്ടുള്ള മോള് മിംസ് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ആ മോന്റെ, ഞാൻ ആ പേര് എടുത്തു പറയുന്നില്ല, അവന്റെ സംഭവം ഞാനൊന്ന് പറയാം. അവന് പറഞ്ഞതായ കാര്യം, അവനൊന്ന് കരയാൻ പോലും കഴിയുന്നില്ലായിരുന്നു. 2-3 ദിവസമായിട്ടും അവന് ഒന്ന് കരയാൻ കഴിയാത്ത വിധത്തില് മനസ്സാകെ വല്ലാത്തൊരു വിഭ്രാന്തിയിലേക്ക് അവൻ പോയിരുന്നു. അപ്പം നമ്മൾ അവനെ ചേർത്ത് പിടിച്ച് അവന്റെ ആ കാര്യങ്ങൾ, അപ്പൊ അവനെ ഉണ്ടായിരുന്ന അവന്റെ മനസ്സിലെ ഒരു ഏറ്റവും വലിയ വേദന, തിങ്ങിയ ഒരു വേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ജ്യേഷ്ഠനും ഭാര്യയും അവർ രണ്ടുപേരും മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിയിൽ ആയിരുന്നു. അന്ന് അവൻ അവരെ വിളിച്ചു, ഏട്ടാ വാ എന്ന് പറയുകയും അങ്ങനെ അവര് ഇവന്റെ വിളി കേട്ട് അവിടേക്ക് ചെല്ലുകയും ചെയ്തു, വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു. അപ്പം ആ വീട്ടിൽ അന്ന് അവന്റെ മറ്റു സഹോദരങ്ങളും വന്നു. എല്ലാവരും കൂടെ കിടക്കാൻ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഇവൻ പോയി. അന്ന് 12 വരെ അവർ വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഒക്കെ അതിന് ശേഷമാണ് അവൻ ഉറങ്ങാൻ കിടക്കുന്നത്. 1:30 ആയപ്പോഴാണ് ഈ സംഭവം. അവനും ആ കിടക്കുന്ന വീട്ടിലെ മകനും കൂടെ ടോർച്ചടിച്ച് ചെല്ലുന്ന സമയത്ത് അങ്ങനെ ഒരു വീട് പോലും അവിടെ അവശേഷിച്ചിട്ടില്ല, ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല. അത് അവനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷോക്ക്, അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നീട് ഞാൻ അവനുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ അച്ഛനുമായിട്ട്, അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനുണ്ട്, അവിടുത്തെ സ്റ്റീഫൻ അച്ഛൻ. അച്ഛനെ അവനെ വീട്ടിൽ കൊണ്ടുപോവുകയും ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അവന്റെ കൂട്ടുകാർ പിയർ ഗ്രൂപ്പ്സുമായിട്ടൊക്കെ നടക്കുമ്പം ചിരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് അവന് വളരെയധികം ഡൗൺ ആയിട്ട് മാറുന്നു. അപ്പൊ ആ സാഹചര്യത്തില് നമുക്ക് എങ്ങനെയാണ് ഇവനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത്? മാനസികമായിട്ട് നോക്കുമ്പോൾ സൈക്കോളജിക്കൽ കൗൺസിലിംഗും മറ്റുമൊക്കെ ആയിട്ട് കൊടുത്താലും അതിനകത്ത് ദൈവികമായിട്ടൊരു സമാധാനം അവന്റെ ഹൃദയത്തിൽ വാഴേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയും ചേർത്ത് പിടിക്കുന്നത്. മറ്റൊന്ന് ഡിജോ പറഞ്ഞത് തന്നെ, ആ ദുരന്തമുഖത്ത് കൈമാത്രം കണ്ടിട്ട് അവിടുന്ന് വലിച്ചെടുക്കപ്പെട്ടായിട്ടുള്ള ഒരു പയ്യൻ, മുഹമ്മദ് എന്നാണ് അവന്റെ പേര്. അവന്റെ ബന്ധുക്കൾ എല്ലാം, അവന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും പോയി. അവന്റെ കുടുംബക്കാരെല്ലാവരും അവനെ കാണാൻ വന്നപ്പോൾ അവരെല്ലാവരും വാവിട്ട് അലറുന്ന ഒരു രംഗത്തിലേക്കാണ് ഞാനും കയറി ചെല്ലുന്നത്. അപ്പം എന്നെ കണ്ടപാടെ അവർ അല്പം മാറി നിന്നു. ഞാൻ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു. അപ്പൊ അവന്റെ ഒരു കസിൻ വന്നിട്ട് പറഞ്ഞു, അവനെ ഒന്ന് കരയാൻ അനുവദിക്കണം. അങ്ങനെ അവനെ തലോടി. അപ്പോഴാണ് അവൻ കരയാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പം പലപ്പോഴും കരച്ചിൽ പോലും വരാത്ത ഒരു സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മള് പല ആളുകളുമായിട്ട് അവിടെ തന്നെ കാട്ടിൽ കൂടെ 3 മണിക്കൂർ കാട്ടിൽ കൂടെ ഓടി രക്ഷപ്പെട്ട ഒരു കുടുംബത്തെ കുറിച്ച്, അതിനകത്ത് ചില ആളുകൾ നഷ്ടപ്പെട്ട ആ കുടുംബത്തെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾ കേട്ട് കാണും, എല്ലാവരും കേട്ട് കാണും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരുടെ നമ്മള് സംരക്ഷണം ചെയ്യാത്ത പല സംഭവങ്ങളും, അവിടെ തന്നെ 100 കണക്കിന് ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തു. ചില ആളുകളെ ഒന്ന് കരയിക്കാനായിട്ടായിരുന്നു നമ്മുടെ വ്യഗ്രത. കാരണം അവരുടെ ഉള്ളില് ഈ വിങ്ങലിങ്ങനെ കിടന്നിട്ട് അവർ കരഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അത് മാനസിക വിഭ്രാന്തിയിലൊക്കെ വരും. അപ്പം അതിന് നമ്മളൊന്ന് ചേർത്ത് പിടിക്കുകയും അല്പം ഒന്ന് അവരെ തലോടുകയും ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ കരയുന്ന, കണ്ണുനീര് വരികയും അങ്ങനെ അവരുടെ ആ സങ്കടങ്ങളിൽ അവർക്കൊന്ന് ഉരുക്കം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആ വിധത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് വന്നതിന് ശേഷം കുറച്ച് സമയത്തേക്കൊന്നും വിശ്രമിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു മനസ്സിന്, നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണ്. അപ്പം അവരെന്തുമാത്രം ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തമുഖത്ത് നിന്ന ആളുകളെ കാണുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ദൈവം സാധിപ്പിച്ച ഒരു കാര്യം. ഓക്കെ അച്ഛാ, ഇങ്ങനെയൊക്കെ അച്ഛൻ പറയുമ്പോഴും ഇന്ന് പല ജനങ്ങളും ഇപ്പോൾ പലവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ദൈവം ഈ സമയത്തൊക്കെ ഇത് എവിടെയായിരുന്നു? എന്തുകൊണ്ട് ദൈവം ഇങ്ങനൊരു ക്രൂരത ജനങ്ങളോട് കാണിക്കുന്നു? നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അതെല്ലാം അവർക്ക് കൊടുക്കുന്നു, ദൈവസ്നേഹം എന്ന് പറയുന്നു, നമ്മൾ ആശ്വസിപ്പിക്കാൻ പോകുന്നു അവരെ. ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ സ്നേഹമായ ദൈവം എന്തുകൊണ്ട് ഇങ്ങനൊരു ക്രൂരത, അതായത് ഒരു കുടുംബത്തിലെ 7 പേരെ ഒരുമിച്ചെടുക്കുന്നു, ഒരാളെ മാത്രം അവശേഷിപ്പിക്കുന്നു, ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടി പിന്നീട് എങ്ങനെ ജീവിക്കും എന്ന് പോലും ഇതൊക്കെ ദൈവം ചിന്തിക്കുന്നില്ലേ? ദൈവം എന്തിനിങ്ങനെ ഇത്രയും ക്രൂരത കാണിച്ചേ എന്ന് പലപ്പോഴും പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൈവം സ്നേഹമാണെന്ന് പറയുന്നു, ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊക്കെ പല സ്ഥലത്തും ലോകം മുഴുവനും പോയി പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അച്ഛൻ അതിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഡിജോ, ഇതൊരു എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. നാസ്തികരായിട്ടുള്ള ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ദൈവം
ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്, നിങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം സ്നേഹവാനാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് നാസ്തികരാണ് ഈ ചോദ്യം കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതിന്റെ മറുപടി, ഒന്നാമത്തെ എന്റെ മറുപടി, നാസ്തികർക്ക് ആ ചോദ്യം ചോദിക്കാനായിട്ട് യാതൊരു അർഹതയില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇല്ലല്ലോ. ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് അവർ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അവര് ദൈവം ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്നുള്ള അവരുടെ ചോദ്യത്തിന്റെ വിഡ്ഢിത്തരമാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവം കരുണാമയനാണെന്നും സ്നേഹവാനാണെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുടെ ഉള്ളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യത്തിന് അതൊരു ദൈവശാസ്ത്രപരമായ ചോദ്യമായതുകൊണ്ട് ദൈവശാസ്ത്രപരമായ ഉത്തരം മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു 2-3 മിനിറ്റ് എടുത്ത് അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഒന്നാമതായിട്ട്, എന്തുകൊണ്ട് ദൈവം ക്രൂരൻ എന്നാണ് ഈ ചോദ്യത്തിലെ ഒരു പൊരുൾ. ദൈവം ക്രൂരനല്ല, ദൈവം സ്നേഹവാനാണ്. കാരണം ദൈവത്തിന്റെ നേച്ചർ ദൈവത്തിന്റെ നേച്ചർ എന്ന് പറയുന്നത്, പ്രകൃതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെ, അത് സ്നേഹമായിട്ടുള്ള നേച്ചറാണ്. അതിന് ഒരു മാറ്റവുമില്ല. എന്തുകൊണ്ടാണ് ദൈവം സ്നേഹവാനായിരിക്കുന്നത്? ദൈവത്തിൽ തന്നെ സ്നേഹമുള്ളവനാണ്. ആ സ്നേഹം ദൈവത്തിൽ തന്നെ പ്രകടിപ്പിക്കാൻ കഴിവുള്ളവനാണ്. കാരണം പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും, പുത്രനായ ദൈവം പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും, പരിശുദ്ധാത്മാവാം ദൈവം പിതാവിനെയും പുത്രനെയും ഒരേപോലെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്നേഹത്തിന്റെ സത്തയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ദൈവത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ദൈവം ഈ മെറ്റീരിയൽസിനൊന്നും ഉള്ളിൽ ഒതുങ്ങുന്നവനല്ല, ഈ പ്രകൃതിക്കുള്ളിലുള്ളവനല്ല. ഈ പ്രപഞ്ചമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവമുണ്ട്, ദൈവത്തിന് അസ്തിത്വമുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഔട്ട്കം ആണ് ഈ ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് ദൈവം ഈ വിധത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യം. എന്തുകൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് സകല കാര്യങ്ങളുടെ ഉത്തരവാദിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ഞാൻ ആ വചനത്തിൽ നിന്ന്, തനാക്ക് എന്ന് പറഞ്ഞാൽ തോറാ നബി കെത്തുബ്യം, അതിനകത്തെ തനാക്ക് ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് അതിന്റെ 26-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: And God said, let us make man in our image after our likeness, and let them have dominion over the fish of the sea, and over the fowl of the earth, and over the cattle, and over all the earth, and over every creeping thing that creepeth upon the earth. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിൽ മേലുള്ള സർവ്വ ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളുടെ മേലും അടക്കി വാഴട്ടെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ആകാരം, ദൈവത്തിനൊരു ആകാരം ഉണ്ടായിരുന്നു. ആകാരത്തിൽ സൃഷ്ടിച്ചതല്ല, 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ചിന്തയിലെ ജ്ഞാനം. 2, നമ്മുടെ ഹൃദയത്തിലെ വിശുദ്ധി. 3, നമ്മുടെ പ്രവൃത്തിയിലെ നീതി. ഇത് 3ഉമാണ് ദൈവം നമുക്ക് സൃഷ്ടിപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. ദൈവത്തിന്റെ സ്വരൂപ സാദൃശ്യം എന്ന് പറയുന്നത് ചിന്തയിലെ ജ്ഞാനം, ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അതിനുള്ള സാധ്യതയും. 2, നമ്മുടെ ഹൃദയത്തിൽ ദൈവികമായിട്ടുള്ള വിശുദ്ധി, തിന്മ ചെയ്യാതെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള, അശുദ്ധമായതിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രത്യേക കഴിവിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഓഗ്യോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് അനുപയോഗിച്ചിരിക്കുന്നത്. 3ാമത്തേത്, ദൈവം നമുക്ക് പ്രവൃത്തിയിലെ നീതി. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നീതിപൂർവമായിരിക്കണമെന്നുള്ളായിരുന്നു. കാരണം ദൈവം നീതിമാനാണ്. അപ്പൊ ആ ദൈവികമായിട്ടുള്ള നീതിയും മനുഷ്യനിലേക്ക് പകർന്നു തന്നു. പക്ഷേ മനുഷ്യൻ ദൈവത്തോട് അവിശ്വാസം കാണിച്ചപ്പോൾ, ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ചപ്പോൾ സംഭവിച്ചത് ഇത് 3ഉം അവൻ അന്യമായി പോയി. അതിനെയാണ് മരണം എന്ന് പറയുന്നത്, സെപ്പറേഷൻ. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ, വേർപെട്ടു പോവുക. അപ്പോൾ വേർപെട്ടു പോയി. ഇത് 3ഉം അവൻ അന്യമായി പോയി. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും വേർപെട്ടു പോയി. പിന്നെ 2ാമത്തെ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി എന്നുള്ളതാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ദൈവം സൃഷ്ടിച്ചത്? സർവ്വഭൂമിയെ അടക്കി വാഴുവാനായിട്ട്. വീണ്ടും അതിന്റെ 2ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിന്റെ 15ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന്റെ 15ാം വാക്യം പോലെ താഴോട്ട് ഞാൻ എല്ലാം വായിക്കുന്നില്ല. 18ാം വാക്യത്തില്, and the Lord God said, it is good to that man should not be alone എന്ന് പറഞ്ഞിട്ട് അവന് തക്കതായിട്ടുള്ള തുണിയൊക്കെ നമ്മൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ
തനാക്കിൽ അഥവാ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? And the Lord God took the man and put him into the garden of Eden to dress it and to keep it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയിട്ട് അതിനെ കാത്ത് സംരക്ഷിക്കാനും അവിടെ പ്രവൃത്തി ചെയ്യുവാനുമായിട്ടാണ് ആക്കിയെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ജോലി ചെയ്യുവാനും സകലത്തെയും പരിപാലിക്കുവാനുമായിട്ടാണ്. ഒന്നാമത് നമ്മൾ കണ്ടു, നിങ്ങൾ പെറ്റുപെരുകി ഭൂമിയിലൊക്കെ നിറയുക, അതിനെ അടക്കി വാഴുക, സകലത്തെയും ഭരിക്കാനായിട്ട്. രണ്ടാമതായിട്ട് ദൈവം മനുഷ്യനെ പ്രവർത്തിക്കാനായിട്ട് സൃഷ്ടിച്ചു. മൂന്നാമതായിട്ട് ദൈവം മനുഷ്യനെ ഇത് പരിപാലിക്കാൻ, ഇതിനെ പ്രിസേർവ് ചെയ്യാനായിട്ടാണ് മനുഷ്യന് ദൈവം അവകാശം അധികാരം കൊടുത്തത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച ഉണ്ടായപ്പോൾ, ഹമാർട്ട്യ അല്ലെങ്കിൽ ആ അകൽച്ച, അതിന്റെ ഫലമായിട്ട് മനുഷ്യന് ദൈവസ്വരൂപവും സാദൃശ്യവും നഷ്ടമായി. അവൻ തിന്മയുടെ പ്രതിരൂപമായിട്ട് മാറി. പരിണത ഫലമായിട്ട് ഈ പ്രകൃതിയോട് തന്നെ അവൻ ക്രൂരത കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ക്രൂരത കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി മനുഷ്യനുമായിട്ടുള്ള ശത്രുത നിലനിർത്താനായിട്ട് തുടങ്ങി. ആ ശത്രുതയുടെ ഭാഗമായിട്ടാണ് എക്കാലങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ നത്തിങ് ടു ഡു വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാനേ പറ്റുക. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ആധികാരികതയെ കുറിച്ച് വേദം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് സങ്കീർത്തനം 8-ാം സങ്കീർത്തനം എടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, ദൈവമേ നീ മനുഷ്യനെ ഓർക്കുവാൻ അവൻ എന്ത്, മർത്യപുത്രന്മാരെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രമാത്രം സൃഷ്ടികളിൽ മണിമകുടമായിരിക്കുന്ന മനുഷ്യൻ, അവന് സകല അധികാരവും കൊടുത്തിട്ട് ഈ നേച്ചറിൽ, ഈ പ്രകൃതിയിൽ അവൻ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ തീരുമാനമെടുക്കാനുള്ള വിവേചന വരങ്ങളൊക്കെ കൊടുത്ത്, വിവേചന ബുദ്ധി കൊടുത്തിട്ട് അവനെ ആക്കിയിട്ടും അവൻ ഇതിനെല്ലാം നശിപ്പിക്കുന്ന ഒരു നശീകരണ ശക്തി അവനിൽ വെളിപ്പെടുത്തുകയും അത് ചെയ്യുമ്പോൾ പ്രകൃതി അവനെ നശിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. പക്ഷെ അവിടെ ഒരു കാര്യം വെച്ചാൽ അവിടെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പ്രകൃതിയുടെ മേലും മനുഷ്യന്റെ മേലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മേലും അധികാരമുള്ളവനാണ് ദൈവം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകൃതിക്ക് ഒരു പ്രതികാരം എന്നൊരു ചിന്തയിലേക്ക് അങ്ങനെ ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ? പ്രകൃതിയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തില്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്നതിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്താൻ ദൈവത്തിനാവില്ലേ? ദൈവം ഈ പ്രകൃതിയുടെ മേൽ പൂർണ്ണ അധികാരം ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജോയ്ക്ക് ഗുഡ്നസ് ടിവിയുടെ പൂർണ്ണ അധികാരം ചുമതലയും തന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള് അതിനകത്ത് പിന്നെ ഡിജോയ്ക്ക് മേലെ ഒരു ബലപ്രയോഗം നടത്തുകയല്ല. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നടത്തുവോ? സ്വാഭാവികമായിട്ട് നോക്കിയാൽ ഡിജോയ്ക്ക് അത് തീരുമാനിക്കാം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട, ആരൊക്കെ വേണം, ആരൊക്കെ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം ഡിജോയ്ക്കുണ്ടെങ്കിൽ ഡിജോ ആണ് അതിന്റെ അധികാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ മനുഷ്യനെ ദൈവം ഈ പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കാനായിട്ടാണ് സൃഷ്ടിച്ചത്. സൃഷ്ടികളുടെ മണിമകുടമായിട്ട് എല്ലാത്തിന്റെ മേൽക്കോയ്മയുള്ള മനുഷ്യന് അവൻ തിന്മ ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള അകൽച്ചയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെ ശപിക്കപ്പെട്ട ഈ ഭൂമി മനുഷ്യനോട് കൃത്യമായി തന്നെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സന്ദർഭത്തിലും. അപ്പൊ അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മനുഷ്യനാണ്. പ്രകൃതി സംരക്ഷകരായിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളും പറയുമ്പോൾ അത് വളരെ ബിബ്ലിക്കലായിട്ട് തോന്നാറുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ഇവിടെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ നിമിത്തം പല സ്ഥലങ്ങളിലും വളരെ ലോല പ്രദേശങ്ങളാണ്, അവിടെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. എന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് പറയട്ടെ. മാധ്യമങ്ങളിലൊക്കെ ആരംഭത്തിൽ വന്നു, ഈ അടുത്ത സമയത്തും അത് ചിലരൊക്കെ ഒന്ന് ഉദ്ധരിക്കുകയുണ്ടായി. അതിന്റെ സമീപ പ്രദേശത്താണ് 1040 ഏക്കർ ഇടിച്ച് നിരത്തിയിട്ട് ഇപ്പോൾ അവിടെ നോളജ് സിറ്റി പോലുള്ള വലിയ സംരംഭങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ വലിയ വിപത്തിലേക്ക് വരും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യന് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനുള്ള സാധ്യതകളെ ദൈവം തന്നിട്ട് ആ പ്രകൃതിയോട് ഇണങ്ങാതെ അതിനെ ശത്രുതയായി കാണുന്നത് കൊണ്ട് പ്രകൃതിയും തിരിച്ചല്ലേ പ്രവർത്തിക്കുകയുള്ളൂ. അതൊരു പ്രകൃതിയുടെ നിയമം തന്നെയല്ലേ. നമ്മള് അങ്ങനെ പറയാറില്ലേ, പ്രകൃതിക്ക് ഒരു നിയമമുണ്ടെന്ന്. അപ്പൊ ആ നിയമമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പൊ നമ്മള് അതിനകത്ത് നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ ഡിജോ ചോദിച്ചത്, എന്നിട്ടും ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നുള്ളത്. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ മനുഷ്യൻ വീഴ്ച വരുത്തുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ളതാണ് എന്റെ ദൈവികമായിട്ടുള്ള വചനപ്രകാരമുള്ള മറുപടി. തീർച്ചയായിട്ടും അത് പറഞ്ഞു.
അല്ല, അതായത് വേറെ ഒന്നല്ല, ഇപ്പം അച്ഛൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും അവിടെ ഈ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ചവരും അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ളവരെല്ലാം പറഞ്ഞത് ഈ ഒരു ആശയം തന്നെയാണ്. അതായത് പ്രകൃതി പ്രതികാരം ചെയ്തു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതായത് പ്രകൃതിയോട് കളിച്ചാൽ പ്രകൃതി അത് പ്രതികാരം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അവർ പോലും അത്ഭുതപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഈ ഉരുൾപൊട്ടിയിട്ട് 2 മേഖലകളിലേക്ക്, അതായത് മനുഷ്യവാസ മേഖലകളിലൂടെ മാത്രം ഒരു തിരമാല കണക്കിന് വെള്ളം അടിച്ചുയർന്നു, മലമുകളിലേക്ക് വെള്ളം ഇടിച്ച് കയറി എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ജനവാസ മേഖലകളിലൂടെ മാത്രം ഈ ഉരുൾപൊട്ടി പോകുന്നു. അതാണ് അത്രമാത്രം ദുരന്തം വ്യാപിക്കാൻ ഇടയായി എന്നാണ് അവിടെയുള്ള വയനാട്ടിലെ ജനങ്ങൾ തന്നെ പറഞ്ഞ് അവരത് അവിശ്വസനീയമായ രീതിയിലാണ് പറയുന്നത്. കാരണം പലപ്പോഴും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മേളിലേക്കാണ് കയറാറ് സംരക്ഷണത്തിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഒന്നും സംഭവിച്ചത് ആ മേഖലയാണ് പോയേക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു പക്ഷേ ആ ഒരു കാര്യം തന്നെ ആയിരിക്കാം, പ്രകൃതി പ്രതികാരം ചെയ്തു അല്ലെങ്കിൽ പ്രകൃതിയോട് കളിച്ചാൽ. ഇപ്പോൾ ഈ ഒരു മേഖല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ ഉള്ള ഇതാണ്, ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഈ ഒരു ചൂരൽമല മുണ്ടക്കൈ മേഖല. കാരണം അത്രമാത്രം മനോഹരമുള്ളൊരു സ്ഥലമാണ്. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിൻ്റെ 1000 ഏക്കർ അഡ്വഞ്ചർ പാർക്കെല്ലാം ഈ ഒരു മേഖലയിൽ തന്നെയാണ്. അതും ഈ തോട്ടം തൊഴിലാളികൾ അല്ലെങ്കിൽ തേയിലത്തോട്ടം തന്നെ നടുക്കാണ് ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു കാര്യമാണ്. ഇതിനൊക്കെ എത്രമാത്രം എന്താ പറയുക അനുമതിയുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പട്ടയങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സർക്കാർ നോക്കേണ്ടതാണ്. അത് എത്രത്തോളം നോക്കിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. എങ്കിലും ഒരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ അതിൻ്റെ അവസാനം വരുമ്പോൾ ഈ പ്രകൃതിയോട് ഒരു പക്ഷേ വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ എന്താ പറയുക വലിയ വലിയ റിസോർട്ട് മാഫിയകൾ ഇവരൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ മലകളൊക്കെ ഇടിച്ച് അവരുടേതായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതിന് ദുരന്തം അനുഭവിക്കുന്നത് നിഷ്കളങ്കരായ ആളുകളാണ്. ഒരുപക്ഷെ അവരൊരു കൂരയിൽ താമസിക്കുന്നവരായിരിക്കും, അവിടെ പാടിയിൽ താമസിക്കുന്നവരായിരിക്കാം, തോട്ടം തൊഴിലാളികളാണ്. ഇവരൊന്നും ഈ ഒരു മലയൊന്നും ഇടിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രകൃതിയോട് ഒരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യുന്നില്ല. പക്ഷേ ജീവൻ പോയത് ഒരു മുതലാളിമാരുടെ ഒന്നല്ല, ഈ പാവപ്പെട്ട അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആളുകളുടെയാണ് ജീവൻ പോയിരിക്കുന്നത്. അതൊരു വിരോധാഭാസമല്ലേ? അത് തീർച്ചയായിട്ടും വിരോധാഭാസം എന്നല്ല നമ്മൾ പറയണ്ടേ, അതൊരു ലോകത്തിന്റെ നിയമമാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെ നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പൊ ഞാൻ വേറൊരു വാക്യം കൂടെ എന്റെ മനസ്സിൽ കൂടെ ഡിജോ ചോദിച്ചപ്പോൾ വന്നത് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണ്. അത് പുതിയ നിയമത്തിലുള്ളതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പൊ ഈ പാപം എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായതല്ല, മറിച്ച് പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഉള്ള അകൽച്ചയാണ്. അതിനാണ് ഹമാത്യ അല്ലെങ്കിൽ ഉന്നം തെറ്റുക, പിഴയ്ക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സംഭവത്തോടുകൂടെ ഒരു മനുഷ്യൻ മുഖാന്തരം സകല മനുഷ്യരിലേക്കും ഈ ഗുണം പരന്നിരിക്കുകയാണ്. അത് ഏത് പ്രായത്തിലും എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ളിൽ മറുപടിയായിട്ട് വരുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർ തമ്മിൽ കൂട്ടുത്തരവാദികളാണ്. എല്ലാവരും തമ്മിൽ കൂട്ടുത്തരവാദികളാണ്. ഏക മനുഷ്യനാലാണല്ലോ സർവ്വലോകത്തിലും മറ്റുള്ള ജാതികളും മറ്റുള്ള മനുഷ്യരൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും അവയവങ്ങളും നമ്മുടെ എല്ലാവരുടെയും രക്തമൊക്കെ ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. അപ്പൊ അത് അന്യോന്യമുള്ള ഒരു ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതിനകത്താണ്. ഇപ്പൊ ചിലരുടെ അത്യാർത്ഥിയും ചിലരുടെ വ്യാമോഹങ്ങളും ഒക്കെ ഒരുപാട് പേരെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളത് അവരറിയുന്നില്ല. തങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ബംഗ്ലാദേശില് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഒരുപാട് കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചില തെറ്റായിട്ടുള്ള തീരുമാനം കലാപകാരികൾ അപ്പോൾ കലാപകാരികൾ ഉണ്ടാക്കുന്ന തീരുമാനം തെറ്റെന്ന് ഭരണകൂടം പറയുന്നത് എന്തായിരുന്നാലും തമ്മിൽ മനുഷ്യരുള്ള ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടുന്നതിന്റെ പൂർണ്ണ തെളിവുകളല്ലേ ലോകത്തിൽ എവിടെ നോക്കിയാലും ഇപ്പൊ നമ്മൾ അതല്ലേ കാണുന്നത്. ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിൽ അവിടെ വളരെ ഒരു കുടിയേറ്റ മേഖലയെല്ലാം പുറത്താക്കാനായിട്ടുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവിടെ എല്ലാവരും സമത്വമെന്ന് വിശ്വസിക്കും, എല്ലാവരും തുല്യ ചെയ്യുന്ന ഒരു യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യം അങ്ങനെ അല്ല എന്ന് വരുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? മനുഷ്യനിൽ പാപം കിടക്കുന്നതുകൊണ്ടാണ്, മനുഷ്യനിൽ തിന്മ കിടക്കുന്നതുകൊണ്ടാണ്, ദൈവികമായ സാദൃശ്യവും സ്വരൂപം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ അത് തിരികെ കിട്ടുന്ന മനുഷ്യന് മാത്രമേ വാസ്തവത്തിൽ മറ്റുള്ളവരെ കൈത്താങ്ങാനും സ്നേഹിക്കാനും, ഇവരെല്ലാം എന്റെ സമസൃഷ്ടങ്ങളാണ്, നാം ഒരുമിച്ച് വസിക്കേണ്ടവരാണ്, ഈ പ്രകൃതി ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സ്ഥലമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ 1040 ഏക്കർ ഇടിച്ച് നിരത്തുന്നവരെ, 1000 ഏക്കർ ഇടിച്ചു നിരത്തുന്നവരെ, വേറൊരു കാര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത്
ഏകദേശം 16 ക്വാറികൾ ലൈസൻസോടുകൂടെ പ്രവർത്തിക്കുന്നു. അതില്ലാതെ ധാരാളം ക്വാറികൾ അവിടുന്ന് മനസ്സിലാക്കാനിടയായി തീർന്നു. അതിന്റെ തൊട്ട് താഴ്വാരങ്ങളിൽ നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ അതിനകത്ത് ഭരണകൂടത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും നടത്തുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയോടൊരു കൈപ്പേറിയ അനുഭവം, ആ പ്രകൃതി വികൃതി കാണിക്കുമ്പോൾ ായിട്ടുള്ള ആളുകളും അതിനകത്ത് ഉൾപ്പെട്ടു പോകുന്നു. പ്രകൃതിക്ക് അങ്ങനെ ഒരു കാണിക്കാൻ കഴിയുകയില്ല. ഇന്ന ആളാണ്, നമുക്കറിയാമല്ലോ, ഒരു പാമ്പിനെ ഒരാള് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ ആ പാമ്പ് കാണുന്ന വ്യക്തിയെ, വേറെ വ്യക്തികളെ ഒക്കെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അതേപോലെ അത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് എന്നാൽ വേറൊരു സഹോദരൻ നമ്മളൊക്കെ ഏറ്റവും അധികം ആദരിക്കുന്ന, നമ്മുടെ പേര് ഞാൻ പറയുന്നതിനകത്ത് എനിക്ക് മടിയൊന്നുമില്ല, ലോകസഞ്ചാരിയായിരിക്കുന്ന ശ്രീ ജോർജ് കുളങ്ങര, അദ്ദേഹം ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു ചെറിയ ക്ലിപ്പായിട്ട് ഇപ്പം വൈറലായിട്ട് ഓടുന്നുണ്ട്, ഈ പ്രത്യേകിച്ച് ഈ ദുരന്ത സമയമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ഇങ്ങനെയാണ്: ഒരു കുഴൽക്കിണറിൽ വീണ 2 വയസ്സുകാരി കുഞ്ഞിനെ രക്ഷിക്കാൻ ദൈവം എന്തുകൊണ്ട് മെനക്കെട്ടില്ല? ഇവിടെ ഭൂമിയിലൊന്നും ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചെയ്യുമെന്നാണോ പറയുന്നത്? ഈ ഭൂമിയില് മനുഷ്യന് സകല അധികാരം തന്നിട്ട് അവനെ അവിടെ കുഴൽ കിണർ കുഴിച്ചിട്ട് അത് തുറന്നിടാനായിട്ട് മനുഷ്യൻ കാണിക്കുന്ന വ്യഗ്രതയുടെ പരിണത ഫലമാണ് ആ കുഞ്ഞിന്റെ വേർപാട്. ആ കുഞ്ഞിന്റെ വേർപാടിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട്. പക്ഷേ മനുഷ്യന്റെ തിന്മയുടെ ഒരു ശരിയായ നേർക്കാഴ്ചയാണ്. അത് അടച്ചു വെക്കണം, മൂടി വെക്കണം എന്നുള്ള അറിവ് ഈ ചെയ്യുന്ന കുഴിക്കുന്ന ആളുകൾക്കില്ലേ? നമ്മുടെ ഇവിടെയൊക്കെ പല കാര്യങ്ങളും, ഈ റോഡുകളിലാണെങ്കിലും പല കാര്യങ്ങളും ചെയ്തു വെക്കുന്ന ആളുകൾ നമുക്കറിയാലോ, കിടങ്ങിനും മറ്റേനൊക്കെ കുഴിച്ചു വെക്കും. എന്നിട്ട് അതിന് വേണ്ടുന്ന തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വന്ന് അതിനകത്തോട്ട് വീഴും. എന്നിട്ട് അതിന് ദൈവത്തെ പഴിയായിട്ട് എന്താ പ്രയോജനം? അപ്പൊ അത് പറയുന്ന ആളുകളുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ വളരെ എന്താ പറയുക, ഈ ചുരുങ്ങിയതാണ്. അതല്ല നമുക്ക് വേണ്ടിയേ. ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ളവനാണ്. പക്ഷെ ആ ദൈവം നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യാവതാരം എടുത്ത് വന്നു. എന്തിനാ? നമ്മളോടുകൂടെ വസിച്ച് നമുക്ക് ഈ ജ്ഞാനവും വിവേകവും തിരികെ തന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവസ്വരൂപവും സാദൃശ്യവും മടക്കിത്തരാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടിയിട്ടാണ് ക്രൂശിലെ ബലി തന്നെ. ദൈവം സ്വയമേ നമുക്ക് വേണ്ടി, നമ്മൾ നഷ്ടപ്പെടുത്തിയായിട്ടുള്ള ദൈവസ്വരൂപവും സാദൃശ്യവും നമ്മളിലേക്ക് മടക്കിത്തരാൻ, തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ പകർന്നു തരാനായിട്ട് താൻ തന്നെ ബലിയായി തീർന്നു. ആ ബലിയിലൂടെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവിക സ്വരൂപവും സാദൃശ്യവും മടക്കി കിട്ടുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ: ജ്ഞാനവും, അതേപോലെ വിശുദ്ധി, നീതി, പിന്നെ മനുഷ്യനായി പ്രപഞ്ചത്തോട് ഇണങ്ങി ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് പല ദുരന്തങ്ങൾക്കും അറുതി വരുത്താനായിട്ട് സാധിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഡിജോ, ഒന്ന് തിരിച്ചു ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ കയ്യില് 1000 ചില്ലുവാനും ഏക്കർ സ്ഥലം, അല്ലേ? വേറെ ചില ആളുകള് ഇപ്പൊ 150, ഒരു ചാനൽ പറഞ്ഞു 150 ഏക്കർ സ്ഥലം കൊടുക്കാം, അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാന്ന്. അപ്പൊ ഈ ദുരന്തത്തിന് വേണ്ടി ഇവരെന്തിനാ കാത്തുനിന്ന്? ഇവർക്ക് ഇത്രയും സ്വത്തുകളും ഇത്രയും സംരംഭങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുന്നവരാണല്ലോ. ഇവിടെ 4 സെന്റ് സ്ഥലം കിട്ടാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയും അവന് കൊടുക്കുന്ന തുച്ഛമായിട്ടുള്ള, സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ട് അവനിതേപോലെ മലയുടെ മുകളിലോ പുഴയുടെ കരയിലോ, നമ്മൾ അന്ന് പോയപ്പോൾ മുണ്ടേരി ഭാഗത്തേക്ക് പോയപ്പോൾ കണ്ടില്ലേ, ചാലിയാർ പുഴയോട് ചേർന്ന് എത്ര 100 കണക്കിന് വീടുകളുണ്ട്. ഒരു വലിയ ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ ഇനിയും നമ്മൾ? അങ്ങനെയുള്ള വീടുകളെ മാറ്റി പാർപ്പിക്കാൻ, അവർക്ക് സ്ഥലവും വീടും കൊടുക്കാനായിട്ട്. ഇതുപോലെ ഓരോ ദുരന്തങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടും. ദുരന്തം വരുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടും. ഉടനെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന സമ്പ്രദായം. ഇതാരുടെ കുറ്റമാണ്? ഡിജോ പറ, ദൈവത്തിന്റെ കുറ്റമാണോ മനുഷ്യന്റെ കുറ്റമാണോ? തീർച്ചയായിട്ടും ഇത് മനുഷ്യൻ അവൻ വരുത്തി വെക്കുന്ന വിനയാണ്. ആണ്. അപ്പം ഇവിടെ കൊടുക്കാമെന്ന് ഇപ്പോൾ പറയുന്ന ആളുകള് എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പോഴും ഇതേപോലെ ദുരന്തമുഖത്ത് താമസിക്കുന്ന 100 കണക്കിന് 1000 ആളുകളുണ്ട്. ഇപ്പൊ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം എന്നാ പറയുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന പോലെ 500 ചില്ലുവാനും ആളുകളെ മൊത്തത്തിൽ ഈ കാണാത്ത ആളുകളും മൃത്യുനിരയായവരും ചേർന്ന് 550, 55, 65 പേര് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ്. ഇനി അതിൽ കൂടാനും ചാൻസ് ഉണ്ടെന്ന് ആരോഗ്യ ദിവസം തന്നെ ഞാനത് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. കാരണം ഒരു പ്രദേശം മുഴുവനായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഏകദേശം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇതിൽ കൂടുതൽ ആളുകളൊക്കെ നഷ്ടമായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കട്ടെ. മനുഷ്യജീവിതങ്ങൾ വളരെ വിലപിടിപ്പുള്ളതാണ്. ഭൂലോകത്തെക്കാളും വിലയേറിയവനാണ് മനുഷ്യൻ. അത് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അപ്പൊ നഷ്ടപ്പെടാതിരിക്കട്ടെ. പക്ഷെ ഒരു ചോദ്യം എന്റേത്, ഇതേപോലെ ഇന്നും ദുരന്തമുഖത്ത് ജീവിക്കുന്ന ആളുകൾ, മുല്ലപ്പെരിയാർ മറ്റൊരു സംഭവമാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരുപാട് ആളുകൾ വളരെ ഭീതിയോടുകൂടിയാണ് ജീവിക്കുന്നത്.
ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മൾ അവർക്ക് സ്ഥലം കൊടുക്കാം, വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ടിജോ? എന്നിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തിയോണ്ട് കാര്യമുണ്ടോ? അതേ ചോദ്യമാണ് എനിക്ക് ഇപ്പോൾ ചോദിക്കുന്ന ആളുകളോടും ചോദിക്കാനുള്ളത്. മനുഷ്യർ വിതച്ചതായിട്ടുള്ള വിത്തുകളാണ് അവര് കൊയ്തെടുക്കുക. മനുഷ്യൻ എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ, ആ വിളവ് തന്നെ മനുഷ്യൻ കൊയ്തെടുക്കുമെന്ന് യേശു കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വചനം വളരെ ശക്തമായിട്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. മനുഷ്യർ പരസ്പരമുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള സ്നേഹവും നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഉണ്ടാകുകയുള്ളൂ. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 5 വർഷം മുമ്പാണ് പുത്തുമല, അതായത് ഈ പറഞ്ഞ ചൂരൽമലയ്ക്ക് തൊട്ടടുത്തൊരു സ്ഥലമാണ് പുത്തുമല. ആ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി നിരവധി ജീവനങ്ങൾ നഷ്ടമായത്. അന്ന് പറഞ്ഞിരുന്ന ഒരു അടുത്ത ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ 2 മേഖല തന്നെയാണ് ഈ പറഞ്ഞ മുണ്ടക്കൈയും അതുപോലെ തന്നെ ചൂരൽമലയും. മുണ്ടക്കൈയിൽ ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾ പൊട്ടിയതും കൂടിയാണ്. അപ്പോൾ ഇത് ഇനിയും വയനാട് ചില മേഖലകളിലെല്ലാം ഉരുൾപൊട്ടും എന്ന സാധ്യത പഠനം സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്നൊക്കെ കണ്ണടച്ചിരുന്ന ഈ പറഞ്ഞ സർക്കാർ സംവിധാനങ്ങൾ അന്നൊരു പക്ഷേ ഈ പുത്തുമലയിൽ 5 വർഷം മുമ്പ് പൊട്ടിയപ്പോൾ ഈ ചൂരൽമലയും ഇതും എടുത്തു പറഞ്ഞാണ് അന്ന് ഇത് പൊട്ടാതിരിക്കാൻ അല്ലെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ എല്ലാം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഒന്നും ചെയ്തില്ല. ഈ അച്ഛൻ അവസാനം പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടാവാൻ കാത്തിരുന്നോ സർക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ടായപ്പോൾ അത് ദൈവത്തിൻ്റെ മേൽ പഴി വയ്ക്കുന്നു. ഇപ്പോൾ അവസാനം അച്ഛൻ പറഞ്ഞ കാര്യം മുല്ലപ്പെരിയാർ, അത് ഒരുപാട് വർഷങ്ങളായി മറ്റൊരു വലിയൊരു ദുരന്തം, അതായത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാവാൻ സാധ്യതയുള്ളൊരു ദുരന്തമായിട്ട് പഠനങ്ങൾ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെയും ഭാരത സർക്കാരിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ദുരന്തഭൂമി പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു ഈ ശനിയാഴ്ച. അപ്പോൾ ഇതെല്ലാം ഇവരിങ്ങനെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഇവർ പല രീതിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി മാത്രം ഈ ദുരന്തങ്ങളെ മാറ്റിയെടുക്കുകയാണോ എന്നും കൂടി നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തൊരു വിഷയമായി നിൽക്കുകയാണ്. ഇനി എന്താണ് അതിലെടുക്കുന്ന സ്റ്റെപ്പ്, അല്ലെങ്കിൽ മറ്റൊരു ദുരന്തം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദൈവം മനുഷ്യർക്ക് നന്മ മാത്രമേ വരുത്തുള്ളൂ. ദൈവത്തിന് എല്ലാവിധ പദ്ധതിയും പ്ലാനും നമ്മളെക്കുറിച്ചെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതികളോടും പ്ലാനോടും ദൈവത്തോടും കൂടി ചേർന്ന് നിൽക്കുക, അതിലെല്ലാം ഉണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ പരിപാലിക്കുക, ഇതെല്ലാം ദൈവവചനത്തോടൊപ്പം തന്നെ ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു നല്ലൊരു ഭൂമി അല്ലെങ്കിൽ നല്ലൊരു ഈ ഒരു പ്രപഞ്ചം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും ജീവിക്കാനും സാധിക്കുകയുള്ളൂ. ഒരുപാട് നന്ദി അച്ഛാ ഈ ഒരു വിഷയത്തിൽ അച്ഛൻ പ്രതികരിച്ചതിന്. താങ്ക് യു.